കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ജാനുവരി 26, 1950 എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇതൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ 395 ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആർട്ടിക്കിൾസിനെ നമ്മൾ 22 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിന് പുറമെ 12 പട്ടികകളുമുണ്ട്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്ഷൻസിനെ നമ്മൾ ആർട്ടിക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗവൺമെന്റിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അതിൽ സിറ്റിസൺസിന്റെ അവകാശവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിന് പുറമെ ഒരു സ്റ്റേറ്റ് ഒരു കൺട്രിയെ ഭരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ടുന്ന ചില പ്രിൻസിപ്പിൾസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന പേരിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് പബ്ലിക് അതോറിറ്റിയെ നമ്മൾ എടുത്തു നോക്കിയാലും അത് ലെജിസ്ലേറ്റീവ് അതോറിറ്റി ആവട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ആവട്ടെ, ജുഡീഷ്യൽ അതോറിറ്റി ആവട്ടെ, ഈ പറയുന്ന അതോറിറ്റികളുടെ എല്ലാത്തരം പവേഴ്സും ഡയറക്ട്ലി ആണെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിന്റെ ഒക്കെ സോഴ്സ്. എല്ലാ അതോറിറ്റിയുടെയും സോഴ്സ് ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ബേസിക്കലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ക്യാരക്ടർ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ അതിന് യൂണിറ്ററി ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. എന്താണ് ഇതിന്റെ മീനിങ്? ഫെഡറൽ പോളിറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡ്യുവൽ ഗവൺമെന്റ് ആണ് ഇന്ത്യയിലുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് സെൻട്രൽ ഗവൺമെന്റ് പോലെ തന്നെ പ്രാമുഖ്യമുണ്ട്. പവേഴ്സ് എന്ന് പറയുന്നത്, അതായത് അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വീതിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാ അതോറിറ്റീസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഏറ്റവും സുപ്രീം ആയിട്ട് കാണുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ഓഫ് ഗവൺമെന്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്ര ഈസി അല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക എന്നുള്ളത്. ലേറ്റസ്റ്റ് അമെൻമെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു അമെൻമെന്റ് ആയിട്ടാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുറേ വർഷങ്ങൾ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്തിട്ട് അവസാനമായിട്ട് നമ്മൾ യൂണിഫോം ആയിട്ട് ഒരു ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് നമ്മുടെ കൺട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ GST-യിലൂടെ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്, അതായത് ചേഞ്ച് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഗവൺമെന്റ്സ് ഉണ്ട് ഡിഫറെന്റ് ലെവൽസിൽ. അത് യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും. ലോസ് ഉണ്ടാക്കാനുള്ള പവേഴ്സ് സൂട്ടബിളി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് സ്റ്റേറ്റ്സിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഇടയിൽ. അതിൽ പല ലിസ്റ്റുകളുമുണ്ട്. 7th ഷെഡ്യൂൾ അല്ലെങ്കിൽ 7ാം പട്ടികയിലാണ് ഈ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് യൂണിയൻ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത്. ജുഡീഷ്യൽ മാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറി എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അപ്പം ഏതൊരു നിയമത്തിന്റെ സാധുതയും ജുഡീഷ്യറിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഇന്ത്യയിലുണ്ട്. യൂണിയനും സ്റ്റേറ്റ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. സ്റ്റേറ്റ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ സുപ്രീം കോടതിയാണ് ഇതിൽ ഇടപെട്ടിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സുപ്രീം ആണ്. അത് അമെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള പ്രൊസീജിയറോടുകൂടി അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചേഞ്ചസ് സാധ്യമാവുള്ളൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ടുന്ന ഒരു ഏരിയയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നമ്മുടെ ലൈഫിന് ബേസിക് ആയിട്ട് ആവശ്യമുള്ള റൈറ്റ്സ് ആണ്.
നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. വേൾഡ് മുഴുവനും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഹ്യൂമൻ റൈറ്റ്സിന് തുല്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതും അപ്ലൈ ചെയ്യുന്നതുമായ ഒരു പദമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ ടു ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ആലോചനാധികാരം, എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരം, വിശ്വസിക്കാന്, നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എന്താണെന്നത്? എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ സമന്മാരാണ്. തുല്യാവകാശമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യക്കാരെല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്ന് മാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഇന്ത്യക്കാർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പദമാണ് ഫ്രെറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതിൽ സാഹോദര്യം എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത് നെഹ്റു കമ്മിറ്റി ആയിരുന്നു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നെഹ്റു കമ്മിറ്റിയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയ സമയത്ത്, ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ടാണിത്. ഈ ആക്ട് പ്രകാരം കുറച്ച് സ്വയംഭരണ അധികാരം ഇന്ത്യൻസിന് ബ്രിട്ടീഷ് പാർലമെന്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു പ്രൊവിഷന് അവര് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ചേർത്തിരുന്നില്ല. പക്ഷേ 1946 മെയ് 16 പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ ഈ റെക്കമെൻഡേഷൻ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. ക്യാബിനറ്റ് മിഷൻ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതാണ് ഇന്ത്യയുടെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസ് ആയിട്ട് നമ്മൾ സ്വീകരിച്ചത്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്തു. പിന്നീടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് 1947 ഡിസംബറിലായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ മൂവ് ചെയ്തു. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാറ്റഗറീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെയുള്ള ഇതിലാണ് റൈറ്റ് ടു ഇക്വാലിറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. തുല്യാവകാശം, തുല്യനീതി, ഇതൊക്കെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന പദത്തിന്റെ അർത്ഥം. റൈറ്റ് ടു ഫ്രീഡം ആണ് നെക്സ്റ്റ്, ആർട്ടിക്കിൾസ് 19 മുതൽ 22 വരെ. ഇനി റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം, ആർട്ടിക്കിൾസ് 23 ആൻഡ് 24. പിന്നെ വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. നമുക്ക് താല്പര്യമുള്ള, നമുക്ക് വിശ്വാസമുള്ള ഏതൊരു റിലീജിയനിൽ വിശ്വസിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും മതം മാറ്റാനും വരെ ഉള്ള അവകാശം നമുക്കുണ്ട്. മതം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി മാറ്റുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. സ്വമേധയാ ഒരാളെ നമ്മുടെ റിലീജിയനിലേക്ക് ആകർഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട്.
ആർട്ടിക്കിൾസ് 25 to 28 വരെയാണ് ഈ സെക്യുലർ നേച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. അതായത് സർവധർമ്മ സമഭാവ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയന്റെ പ്രസക്തി. പിന്നെ വരുന്നത് ആർട്ടിക്കിൾ 29 and 30 മെൻഷൻ ചെയ്യുന്ന കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. അതായത് ഇന്ത്യയിലെ ലാംഗ്വേജ് മൈനോറിറ്റീസിന്റെ കേസിൽ, അതല്ലാതെയുള്ള റിലീജിയസ് മൈനോറിറ്റീസിന്റെ കേസിൽ അവർക്കൊക്കെ അവരുടെ സംസ്കാരവും അവരുടെ എഡ്യൂക്കേഷണൽ റൈറ്റ്സും പ്രൊമോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. ഇതിനൊക്കെ പുറമെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഒരു റൈറ്റ് ആർട്ടിക്കിൾ 32 ഇന്ത്യൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ആർട്ടിക്കിൾ 32 പ്രത്യേകത? നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റ്സും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ പലതരത്തിലുള്ള ഈക്വാളിറ്റി, ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആ തരത്തിലുള്ള റൈറ്റ്സ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ. എന്താണ് ആർട്ടിക്കിൾ 32? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ റൈറ്റ്സിന്റെ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു അവകാശം. അതാണ് ആർട്ടിക്കിൾ 32. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മുകളിൽ ഉള്ളതുമായ കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം എന്ന പേര് തന്നെ ഏറ്റവും മുകളിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നു. അപ്പൊ ആ സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് പോകാൻ വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിലാണ് നമുക്ക് സാധ്യമാവുക. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒക്കേഷൻ ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാം. ആ റൈറ്റ് ആണ്. അപ്പൊ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റും ഇന്ത്യയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പൊ എത്രമാത്രം ഫോഴ്സ്ഫുൾ ആണ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആർട്ടിക്കിൾസ് 15, 16, 19, 30 ഇവയൊക്കെ സിറ്റിസൺസിന് മാത്രമാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സിറ്റിസൺസിന് ഈ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്യാരണ്ടിയാണ്. 15, 16, 19, 30 ആർട്ടിക്കിൾസ് നമ്മുടെ സിറ്റിസൺസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ 14, 20, 21, 22, 23, 25, 27, 28 എന്നീ റൈറ്റ്സ്, ഇതൊക്കെ എന്താണെന്ന് പിന്നീട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മണ്ണിലുള്ള ഏതൊരാൾക്കും ഈ റൈറ്റ്സ് അവൈലബിൾ ആണ്. അതൊരു സിറ്റിസൺ ആയിക്കോട്ടെ, ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫോറിനർ ആയിക്കോട്ടെ, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഇവ. അപ്പൊ റൈറ്റ് ടു ഇക്വാളിറ്റി നമ്മൾ ഫോറിനേഴ്സിന് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റിയെ പറ്റി പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു? ഒരു ഫോറിനർക്ക് വരെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ റൈറ്റ്സ് guaranteed by articles 15, 17, 18, 20 and 24. Absolute limitations on the legislative power ആണ്. നമ്മുടെ കൺട്രിയുടെ ലെജിസ്ലേച്ചറുടെ പവറിനെ അബ്സല്യൂട്ട് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് 15, 17, 18, 20 ആൻഡ് 24. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് എന്ന പദം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റേറ്റ്? എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും നമുക്ക് സ്റ്റേറ്റിന് എഗൻസ്റ്റ് ആയിട്ടാണ് ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. എന്താണ് ഇൻക്ലൂസീവ്? സ്റ്റേറ്റിൽ ഏതൊക്കെ പെടും? ഒന്നാമത്തേത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. എന്താണത്? ഇന്ത്യ ഗവൺമെന്റ്, പാർലമെന്റ്, ഗവൺമെന്റ് ആൻഡ് ദ ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്. നമുക്ക് എല്ലാ സ്റ്റേറ്റിനും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്.
അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ആണ്. ഓൾ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസ്, പഞ്ചായത്തുകൾ, കോർപ്പറേഷൻസ്, അങ്ങനെ പല അതോറിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. ഇവയൊക്കെ ഏത് കാറ്റഗറിയിൽ പെടും? ഇവയെയൊക്കെ നമുക്ക് സ്റ്റേറ്റിന് തുല്യമായിട്ട് കാണാം. ഈ അതോറിറ്റീസ് എങ്ങനത്തെ സ്വഭാവമുള്ള അതോറിറ്റീസ് ആണ്? വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ പെടുന്നതും ഇന്ത്യ ഗവൺമെന്റിന്റെ കൺട്രോളിൽ പെടുന്നതുമായ എല്ലാ ലോക്കലും അല്ലാത്തതുമായ അതോറിറ്റീസ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ പെടുന്നു. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല കേസ് ലോസ് സുപ്രീം കോടതി പല കേസുകൾ വിധിച്ചിട്ടുണ്ട്, പല കേസുകളിലും. അപ്പൊ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുന്ന വേർഡിന് മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്ട് ബോർഡ്, പഞ്ചായത്ത്, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ്, പോർട്ട് ട്രസ്റ്റ്, മൈനിങ് സെറ്റിൽ ബോർഡ് എന്നൊക്കെ മീനിങ് ഉണ്ട്. അതർ അതോറിറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതോറിറ്റീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒരു പാർലമെന്റിന്റെ നിയമം മൂലം നിലവിൽ വന്നിട്ടുള്ള അതോറിറ്റീസ് ആണ്. നിയമപ്രകാരമാണ് ഈ അതോറിറ്റീസിന് പവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റൽ ഫങ്ഷൻ ആണ് ഇവരുടെ ഫങ്ഷൻ എന്ന് നിർബന്ധമില്ല, ഫങ്ഷൻ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിലൂടെ നിലവിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിയമപ്രകാരം അധികാരങ്ങൾ കൊടുക്കപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ അതോറിറ്റീസിനെ ഒക്കെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വ്യാഖ്യാനിക്കാം. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡ് രാജസ്ഥാൻ വേഴ്സസ് മോഹൻലാൽ എന്ന് പറയുന്ന കേസിലാണ് സുപ്രീം കോടതി ഈ തരത്തിൽ വിധിച്ചിട്ടുള്ളത്. ഇനി കൽക്കട്ട ഹൈക്കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി അതോറിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് തുല്യമാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 പ്രകാരം ഇലക്ട്രിസിറ്റി അതോറിറ്റീസ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ പെടുന്നു. ഈ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ പെടുന്ന അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവയുണ്ടാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പ്രൊവിഷൻസ്, അവരുടെ ആക്ഷൻസിനെ വേണമെങ്കിൽ നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഒരു ഹൈക്കോടതിയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം. അത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. അപ്പൊ ആർട്ടിക്കിൾ 226 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് സിറ്റിസൺസിന് ഹൈക്കോടതിയിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സോ അതല്ലാതെയുള്ള ലീഗൽ റൈറ്റ്സോ ഹനിക്കപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാം. അതിനുള്ള പവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള അവകാശമാണ്. ഈ 226ഉം 32ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 32വിനെക്കാട്ടിലും കൂടുതൽ പവേഴ്സ് നമുക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം കിട്ടുന്നുണ്ട്. ആദ്യം പറഞ്ഞ ആർട്ടിക്കിളിൽ നമുക്ക് സുപ്രീം കോടതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനം ഉണ്ടായാൽ മാത്രമേ പോകാൻ സാധ്യമാവുള്ളൂ. ആർട്ടിക്കിൾ 226 പ്രകാരം അതല്ലാത്ത കേസസിലും നമുക്ക് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാം. ആർട്ടിക്കിൾ 32 ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഡെഫിനറ്റ്ലി. പക്ഷെ 226 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്ത റൈറ്റ്സ് ഹനിക്കപ്പെട്ടാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ വൈഡ് ആയിട്ടുള്ള പവേഴ്സ് നമുക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായ് എന്ന് പറയുന്ന കേസിൽ യൂണിവേഴ്സിറ്റി ഒരു അതോറിറ്റി ആണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ഗുജറാത്ത് ഹൈക്കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 359 പ്രകാരം ഒരു ഓർഡർ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഹാറൂബായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്ന കേസിലാണ് ഈ തരത്തിൽ കോടതി അഭിപ്രായപ്പെട്ടത്. ഇതായിരുന്നു കോടതിയുടെ ഡിസിഷൻ. വേർഡ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊരു വാക്ക് ഈ ആർട്ടിക്കിൾ 12 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവ ഇന്ത്യൻ ടെറിട്ടറിക്ക് ഉള്ളിലല്ല എങ്കിൽ കൂടി ഗവൺമെന്റ് കൺട്രോളിലാണ് വരുന്നത്. എന്തുകൊണ്ട്?
വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. BD സപ്ലൈകോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കുന്നു. സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാം, RD ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി, ഇതൊക്കെ ലാൻഡ്മാർക്ക് കേസസ് ആണ്. ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോർപ്പറേഷൻസ് സ്റ്റേറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനീസ്. ഇപ്പൊ LIC പോലത്തെ കമ്പനി ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടിലൂടെ LIC ആക്ടിലൂടെ നിലവിൽ വന്ന ഒരു കമ്പനിയാണ് LIC. ഈ കോർപ്പറേഷൻസ് ഒക്കെ സ്റ്റേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇനി നമുക്ക് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി നോക്കാം. സതീഷ് നായക് വേഴ്സസ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന കേസിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവൺമെന്റ് കൺട്രോളിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. ഒരു പബ്ലിക് ഡ്യൂട്ടിയും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നമുക്കൊരു അതോറിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12ന്റെ കീഴിൽ വരുന്ന ഒരു അതോറിറ്റി ആയിട്ട് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറയാൻ സാധ്യമല്ല എന്നാണ് കേരള ഹൈക്കോടതി സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെ കേസിൽ വിധിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് സി ടെലിഫിലിംസ് ലിമിറ്റഡ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഈ ടെസ്റ്റ് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ അതോറിറ്റി സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്നത് കൊണ്ടുവന്നത്. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ഒരു സ്റ്റേറ്റ് അല്ല. ആർട്ടിക്കിൾ 12 പ്രകാരം BCCIനെ നമുക്കൊരു സ്റ്റേറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല BCCI. ഫിനാൻഷ്യലിയും ഫങ്ഷണലിയും അഡ്മിനിസ്ട്രേറ്റീവ്ലിയും അതിന് അതിൻ്റെതായ പവേഴ്സ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അല്ല അതിനെ കൺട്രോൾ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൺട്രോൾ എക്സസൈസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ്. പിന്നെ വരുന്നത് ജുഡീഷ്യറിയുടെ കാര്യമാണ്. ഇന്ത്യയിൽ സ്റ്റേറ്റിന് 3 വിങ്സ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിന് 3 ഓർഗൻസ് ഉണ്ട്. സ്റ്റേറ്റിന്റെ ഫങ്ഷൻസ് നടക്കുന്നത് ഈ 3 ഓർഗൻസിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളത് ലെജിസ്ലേച്ചർ ആണ്, അതായത് ലോ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റ് ലെജിസ്ലേച്ചറിൽ പെടുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണ്, ലോ മേക്കിംഗ് ബോഡി ഓഫ് ദ സ്റ്റേറ്റ്. ഇനി നിലവിലുള്ള നിയമങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട്, എക്സിക്യൂട്ടീവ്. മൂന്നാമത്തെ ബോഡിയാണ് ജുഡീഷ്യറി, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ലോസ് മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ, അല്ലെങ്കിൽ നിയമങ്ങൾ ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ്. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പാസ്സാക്കിയത്. ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന നിയമമാണ്. ഇപ്പോഴും നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ട്രേഡിന്റെ കേസിൽ, ട്രേഡ് ആൻഡ് കൊമേഴ്സിന്റെ കേസിൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഫോളോ ചെയ്യുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ട് ഇതിന് വേണ്ടതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ സുപ്രീം കോടതിയാണ് കൊടുക്കുന്നത്. ഒരു കേസ് വരുന്ന സമയത്ത് കാലത്തിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ സുപ്രീം കോടതി തരുന്നു. അത് നിയമങ്ങളെ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ തരത്തിലുള്ള പുതിയ ഇന്റർപ്രിട്ടേഷൻസ് കോടതികൾ കൊടുക്കുന്നത്. അപ്പൊ കോടതികള് ജുഡീഷ്യൽ ഫങ്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോടതിയെ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ സാധ്യമല്ല. ഒരു കേസാണ് കോടതി ഡിസൈഡ് ചെയ്യുന്നത്. ആ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യൽ പവേഴ്സ് ആണ് കോടതിക്കുള്ളത്. അപ്പൊ ജുഡീഷ്യൽ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്ന ജുഡീഷ്യറിയെ നമുക്കൊരിക്കലും സ്റ്റേറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു കേസിൽ ഒരാൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കെതിരായിട്ട് അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള അവകാശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ജുഡീഷ്യറിയെ ഒരിക്കലും നമ്മൾ ജുഡീഷ്യൽ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ആണെന്ന് വ്യാഖ്യാനിക്കാറില്ല. AR ആന്തുലൈ വേഴ്സസ് RS നായക് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള കേസിലാണിത് വിധിച്ചിട്ടുള്ളത്. പക്ഷേ ജുഡീഷ്യറി ഒരു നോൺ ജുഡീഷ്യൽ ഫങ്ഷനിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്.
അല്ലെങ്കിൽ ഒരു റൂൾ മേക്കിംഗ് ഫംഗ്ഷനിലാണ് ജുഡീഷ്യറി ഏർപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ആ അവസരത്തിൽ ജുഡീഷ്യറിയെ നമുക്ക് ഒരു സ്റ്റേറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കാം. അതായത് ഹൈക്കോടതിയുടെ ജഡ്ജ് ഹൈക്കോടതിക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് നോൺ ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അത് കോടതിക്ക് മുന്നിൽ വരുന്ന ഒരു കേസ് ഡിസൈഡ് ചെയ്യുന്ന പോലെയല്ല. ആ തരത്തിലുള്ള റൂൾസിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും, ബിക്കോസ് അത് നോൺ ജുഡീഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇനി ടെസ്റ്റ് ഫോർ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ഏജൻസി ഓഫ് ദ സ്റ്റേറ്റ്. ഒരു പർട്ടിക്കുലർ അതോറിറ്റി സ്റ്റേറ്റിന്റെ ഏജൻസി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മുജീബ് എന്ന കേസിലാണ് സുപ്രീം കോടതി ഈ ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആ കോർപ്പറേഷന്റെ മുഴുവൻ ഷെയർ ക്യാപിറ്റലും ഗവൺമെന്റിന്റെ കയ്യിലാണ് എങ്കിൽ ആ കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റിയാണ്. അതിനെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. കാരണം എന്താണ്? മുഴുവൻ ഷെയർ ക്യാപിറ്റലും ഓണേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റാലിറ്റി ആണ്. അതിനെയും നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇനി ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫിനാൻഷ്യൽ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും സ്റ്റേറ്റ് ആണ് എങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് ആണെന്ന് വിളിക്കാം. ഇനി ഈ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കുത്തക അവകാശം, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ കേസിൽ ഒരു കുത്തകാവകാശമുള്ള കോർപ്പറേഷൻ ആണ് എങ്കിലും ആ കുത്തകാവകാശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ആണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ അവകാശങ്ങളും അതിന് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, സ്റ്റേറ്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അത് സ്റ്റേറ്റിന്റെ ഒരു ഏജൻസി തന്നെയാണ്, സ്റ്റേറ്റ് തന്നെയാണ്. Then എക്സിസ്റ്റൻസ് ഓഫ് ഡീപ്പ് ആൻഡ് പെർവാസീവ് സ്റ്റേറ്റ് കൺട്രോൾ, മുഴുവനുമായിട്ടുള്ള സ്റ്റേറ്റിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഏജൻസി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനുള്ള ഒരു ഘടകമാണ്. ഇനി പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ കോർപ്പറേഷൻ്റെത് എങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റൽ ഫംഗ്ഷനുമായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ള ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഫംഗ്ഷൻ ആണ് ഈ കോർപ്പറേഷൻ്റെതെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ക്യാരക്ടർ ഉള്ള ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ നിലവിലുണ്ട് എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉള്ള ഒരു കോർപ്പറേഷനെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വ്യാഖ്യാനിക്കാം. ഇനി ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്